ഓക്കെ, പറ. ഇതിൽ ഏറ്റവും വലിയ ഈ SFIയുടെ പൂർണ്ണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2019 ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നതിന് ശേഷവും ഈ മാസപ്പടി വാങ്ങുന്നത് തുടരുകയാണ്, വളരെ കൃത്യമായി തുടരുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഔദ്യോഗിക റിപ്പോർട്ടിലേക്ക് വരുന്നത് 2.78 രൂപ എന്ന് പറയുന്നത്. ഇത് വീണയ്ക്കെതിരെ മാത്രമാണ് കേസ്. പിണറായിയെ ബന്ധിപ്പിക്കാൻ എവിടെ എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ ഈ സഖാക്കൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള വളരെ കൃത്യമായ മറുപടി കേന്ദ്ര നിയമത്തിന്റെ ലംഘനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പിണറായി ഉള്ളത് കൊണ്ടാണല്ലോ വീണക്ക് പണം ലഭിക്കുന്നത്. അത് SFIയുടെ ഒരു ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് SFIO കോടതി കൊടുത്തിരുന്നു. അതിൽ SFIയുടെ ഒരു നിഗമനമുണ്ട്. അതായത് വീണയെ കണ്ടിട്ടല്ല ഈ പൈസ കൊടുക്കുന്നത്. അച്ഛൻ എന്ന് പറയുന്ന പവർ ഹൗസിനെ സ്വാധീനിക്കാൻ വേണ്ടി മകൾക്ക്. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ പോക്കറ്റ് മണി കൊടുക്കുമല്ലോ, അതുപോലെ വെറുതെ വീണയ്ക്ക് ഇങ്ങനെ കളിക്കാൻ വേണ്ടി കൊടുത്ത ചെറിയ പോക്കറ്റ് മണി 2.8 കോടി, ഇതിനേക്കാൾ 10 മടങ്ങ് കോടിക്കണക്കിന് രൂപ പിണറായിയുടെ അക്കൗണ്ടിലേക്കോ, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് ഒരു ആരോപണം ഉന്നയിച്ചു. സ്വിസ് ബാങ്കിലേക്ക്, അമേരിക്കയിലെ ബാങ്കുകളിലേക്ക്, ദുബായിലെ അബുദാബി യൂണിവേഴ്സൽ ബാങ്കിലേക്ക് ഒക്കെ ഇവർക്ക് അക്കൗണ്ട് ഉണ്ട്. അവിടെയൊക്കെ കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് അബുദാബിയിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് താമസിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയുടെ മകൻ അബുദാബി അതിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ വിവേക്? ഇതിൽ വളരെ കൃത്യമായി അഴിമതി നടന്നു എന്ന് കാണിക്കുന്നത് രഞ്ജിത്ത് അവസാനിപ്പിച്ച ഭാഗത്തു നിന്നാണ്. CMRL 18 കോടി രൂപ നഷ്ടത്തിലായിരുന്നു ഈ 2019 ആ സമയത്ത്. പിന്നീട് ഈ പറയുന്നത് പോലെ ആറ്റോമിക് മിനറൽ കൺസഷൻ റൂൾസിൽ 2019 കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുകയാണ്. അതായത് 3/4% ധാതുമണലിന്റെ അംശമുള്ള ഈ മണൽ ഒരു തരത്തിലും സ്വകാര്യ മേഖലയ്ക്ക് പോകാൻ പാടില്ല. കാരണം അതിൽ തോറിയത്തിന്റെ കണ്ടന്റ് ഉണ്ടാകാം. അത് ഉപയോഗിക്കപ്പെടുന്നത് വിനാശകരമായ പർപ്പസിനാണ്. ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കാം, അത്തരത്തിൽ ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ വിനാശകരമായ ചിന്താഗതി പുലർത്തുന്ന ആളുകളുടെ ഇടയിലേക്ക് ഈ തോറിയത്തിന്റെ അംശമുള്ള കണ്ടന്റ്, ഈ ധാതുമണൽ ചെല്ലരുത് എന്നുള്ള വളരെ കൃത്യമായ നിഗമനത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഈ നിയമം ഭേദഗതി ചെയ്തത്. 4 വർഷം 2019 മുതൽ 2023 വരെ 4 വർഷം ഈ CMRL നൽകിയ സ്വകാര്യ കമ്പനിയാണല്ലോ. ആ അനുമതി റദ്ദാക്കാതെ, ലൈസൻസ് റദ്ദാക്കാതെ 4 വർഷം ഇങ്ങനെ കൊണ്ടു നടന്നു. അതുകൊണ്ട് ഇവർക്കുണ്ടായ ലാഭം എന്താണ്? 2021 239 കോടി, പിന്നീട് 290, 22-23 കാലഘട്ടം എത്തുമ്പോൾ 444 കോടി, 2023-24 എത്തുമ്പോൾ 500 കോടിയുടെ ഈ വിറ്റുവരവ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായി CMRL മാറിയെങ്കിൽ അത് സ്വാഭാവികമായും ഈ ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെയാണ്. മറ്റൊന്ന്, ഈ പൊഴിമുറിച്ച സംഭവം സാധാരണ മണൽ എന്നുള്ള രീതിയിലാണ് CMRL അവിടെ നിന്ന് ഇത് കടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായി ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ഈ അന്വേഷണ പരിധിയിലേക്ക്, അവരുടെ അന്വേഷണ പരിധിയിലേക്ക് വരേണ്ട കാര്യങ്ങളാണ്. ദേശസുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഒരു CMRL എക്സാലോജിക് ഇടപാട് മാത്രമല്ല, ഇതിന്റെ പുറകിൽ നടന്നിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അടക്കം അന്വേഷിക്കേണ്ട. അവിടെയാണ് രഞ്ജിത്ത് ഞാൻ മനസ്സിലാക്കുന്നത് CBIക്ക് ഈ കേസിൽ എൻട്രി ചെയ്യാനുള്ള ഒരു വഴി. തീർച്ചയായിട്ടും ഇതിപ്പോൾ സംസ്ഥാന സർക്കാരും CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഈ വിഷയത്തിൽ. നീലിമ പറഞ്ഞ പോലെ ചില രാജ്യവിരുദ്ധമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും CBIക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ സംസ്ഥാന സർക്കാർ അതിന് അനുമതി നൽകണം. സംസ്ഥാന സർക്കാർ പറയണം യെസ് CBI വരട്ടെ എന്ന്. അങ്ങനെ പറയുകയാണ് വീണ്ടും. അങ്ങ് പറയാൻ കറക്റ്റാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് കിട്ടിയ പണം, ആ പണം ഈ അന്തർദേശീയ ഇടങ്ങളിൽ, അതായത് അമേരിക്കയിലെയും ദുബായിലെയും അടക്കം ബാങ്കുകളിലേക്ക് മാറിയിട്ടുണ്ട്. അത് ആരുടെ അക്കൗണ്ടുകളിലേക്ക് പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒരു അന്തർദേശീയ ഗൂഢാലോചന കൃത്യമായി തന്നെ വരുന്നു. രണ്ടാമത് ഓൾറെഡി രേഖകൾ കണ്ടെത്തി കഴിഞ്ഞു. തോറിയത്തിന്റെ ഈ ഇടപാടുകൾ, ഈ കർത്തയുടെ ഈ മകനും അതുപോലെ ഈ വീണയുടെ ഒക്കെ ആ ഒരു ഇടപാട്, ഈ CMRL നിന്ന് ഈ തോറിയത്തിന്റെയൊക്കെ വൻതോതിലുള്ള കയറ്റുമതി എങ്ങോട്ടേക്ക് പോയി, എന്തിനു വേണ്ടി പോയി, ഇതൊക്കെ മറ്റേതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി, തീവ്രവാദ താല്പര്യങ്ങൾക്ക് വേണ്ടി പോയോ? ഇത് സംബന്ധിച്ച് CBI അന്വേഷണത്തിനാണ് വേണ്ടത്. ഇതിൽ കേവലം ഒരു എക്കണോമിക് ഒഫൻസ് ആയിട്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അവിടെയാണ് ഞാൻ ഐസനോട് വിയോജിക്കുന്നത്. അതാണ് പടിപടിയായിട്ടാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നതെന്നുള്ളതാണ്. പക്ഷെ അതിനിപ്പോൾ വേഗം കൂടിയത് ഈ പാർട്ടി പ്രവർത്തകരുടെ ഒന്നും അറിയാത്ത ഈ അടിമകളുടെ ഇടപെടലിനെ തുടർന്നാണ് ED കുറെ കൂടി അന്വേഷണം ഊർജ്ജിതം.